കേരളം എന്നുള്ള നിലയിലുള്ള പരിശോധന നടത്തിയാൽ കേരളത്തെ നിരോധിച്ച ബഡ്ജറ്റാണ്. കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് തോന്നിക്കുന്ന നിലയിലേക്കുള്ള ഒരു സന്ദേശം നൽകുന്നതാണ് ഈ ബഡ്ജറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തെ നിരോധിച്ച ബഡ്ജറ്റാണ്. സ്പെഷ്യൽ പാക്കേജ് 24,000 കോടി അനുവദിച്ചില്ല. വയനാട് പുനരധിവാസം പ്രത്യേക സഹായം നൽകിയില്ല. വിഴിഞ്ഞം പദ്ധതിക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലുള്ള സഹായം നൽകാൻ തയ്യാറായില്ല. റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയുള്ള പ്രതിസന്ധികളെ അഡ്രസ്സ് ചെയ്യാൻ തീരെ തയ്യാറായില്ല. തുടങ്ങി നിരവധി പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ ഓരോന്നോരോന്ന് എടുത്തു പറയുന്നില്ല. കേരളം ന്യായമായും കേന്ദ്രത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും കേന്ദ്രം ന്യായമായും കേരളം എന്ന സംസ്ഥാനത്തെ സഹായിക്കുകയും ചെയ്യേണ്ടിയിരുന്ന പ്രശ്നങ്ങളെ ഒരു തരത്തിലും പരിഗണിക്കാൻ തയ്യാറായില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തെ നിരോധിച്ച ബഡ്ജറ്റാണ് ഇത്തവണത്തെ ബഡ്ജറ്റ്. എന്നിട്ട് അതിന് കേരളത്തിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രി പറയുകയാണ് കേരളം പിന്നോക്കമാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ, പ്രഖ്യാപിച്ചാൽ പണം തരാം. എന്താ കേരളത്തിന്റെ കുറവ്? കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറവായതാണോ പ്രശ്നം? കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ നല്ല നിലയിലുള്ള സജ്ജീകരണങ്ങൾ ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിൽ മാറ്റി തീർത്തതാണോ കേരളത്തിന്റെ പ്രശ്നം? കേരളത്തിന്റെ സർക്കാർ സ്കൂളുകൾ എല്ലാ വിദ്യാർത്ഥികളും, പണമുള്ളവരുടെ മക്കൾ മാത്രമല്ല, എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യം ഇതാ ഞങ്ങൾ ഒരുക്കുന്നു എന്ന് പറഞ്ഞ് കേരള മോഡൽ പൊതുവിദ്യാഭ്യാസം, ലക്ഷക്കണക്കിന് കുട്ടികൾ ഹൈടെക് ക്ലാസ് മുറികളായി സർക്കാർ സ്കൂളുകളെ ക്ലാസ് മുറികളെ മാറ്റിയതിന്റെ ഭാഗമായി പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയതാണോ പ്രശ്നം? കേരളത്തിൽ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതാണോ പ്രശ്നം? കേരളത്തിൽ പെൻഷൻ നൽകുന്നതാണോ പ്രശ്നം? കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതാണോ പ്രശ്നം? അപ്പൊ ഇതൊക്കെ നിർത്തിയാൽ, അതല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ ജനങ്ങൾ നരകിച്ചാൽ, അങ്ങനെ ജനങ്ങളെ പ്രയാസപ്പെടുത്തി അത് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ സഹായം തരാം, പിച്ചച്ചട്ടി നീട്ടുന്നത് പോലെ കേന്ദ്രത്തിന്റെ മുന്നിൽ നിൽക്കാൻ സൗകര്യമില്ല. ഈ അവകാശങ്ങൾ കേരളം നടപ്പിലാക്കിയത് കേരള മോഡൽ ഇന്ന് മറ്റു പല സംസ്ഥാനങ്ങളും മാതൃകയാക്കുകയാണ്. 2016 സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ നടപ്പിലാക്കിയ പല പദ്ധതികളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ കേരളത്തെ നിരോധിച്ച ബഡ്ജറ്റായി ഈ ബഡ്ജറ്റ് മാറുന്നു എന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രി പറയുകയാണ് കേരളം പിന്നോക്കമാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ സഹായിക്കാം. അതായത് ഈ പദ്ധതികളൊക്കെ നിർത്തണം, എന്നിട്ട് ഇവിടെ നരകിക്കണം എന്നാ പ്രഖ്യാപിക്കാന്ന. ഇത് ബീഹാർ ബഡ്ജറ്റല്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ വരാൻ വേണ്ടി പോകുന്നതിന് ഭാഗമായിട്ടുള്ള BJP അവതരിപ്പിക്കുന്ന മാനിഫെസ്റ്റോയായി ഈ ബഡ്ജറ്റ് മാറിയിരിക്കുകയല്ലേ? അപ്പോൾ ഈ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലുള്ള പരിശോധന നടത്തിയാലും ഈ ബഡ്ജറ്റ് നിരാശാജനകമാണ്, പ്രതിഷേധാർഹമാണ്. ഇനി രാജ്യം എന്ന പരിശോധന നടത്തിയാൽ തൊഴിലില്ലായ്മ എന്ന ഭീകര പ്രശ്നം അഡ്രസ് ചെയ്തിട്ടുണ്ടോ ബഡ്ജറ്റിൽ? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മയല്ലേ? തൊഴിലില്ലായ്മ നിരക്ക് പരിശോധിക്കൂ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു, UPSC വഴി നിയമനങ്ങളില്ല, നിലവിലുള്ള തൊഴിൽ തന്നെ നഷ്ടപ്പെടുന്നു. രാജ്യം ഇന്ന് വരെ കാണാത്ത അതിഭീകര പ്രശ്നമായ തൊഴിലില്ലായ്മയെ അഡ്രസ് ചെയ്യാൻ തയ്യാറാകാത്ത ബഡ്ജറ്റാണ്. വിലക്കയറ്റം, ഇന്ത്യ ഇന്ന് വരെ കാണാത്ത നിലയിലേക്കുള്ള വിലക്കയറ്റം ഉണ്ടാകുന്നു. ആ വിലക്കയറ്റത്തിന് പരിഹാരം കാണാൻ എന്താണ് ബഡ്ജറ്റിലുള്ളത്? തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അഡ്രസ് ചെയ്യാത്തൊരു ബഡ്ജറ്റാണ്. ഇങ്ങനെ സമസ്ത മേഖലകളിലും ഈ ബഡ്ജറ്റ് ചെറു ന്യൂനപക്ഷം വരുന്ന അതിസമ്പന്നന്റെ താല്പര്യം കാത്തു സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. വിശാലമായ രാജ്യമെന്ന കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് സങ്കുചിതമായ ബീഹാർ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലുള്ള ചില കാഴ്ചപ്പാടിലേക്ക് ബഡ്ജറ്റ് പോയിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ നിരോധിച്ച ബഡ്ജറ്റാണ്. ഇതിലെല്ലാവരും പ്രതികരിക്കേണ്ടതാണ്. കേരളത്തിലുള്ള BJP പ്രവർത്തകരുൾപ്പെടെ ഇതിൽ കടുത്ത പ്രതിഷേധത്തിലാണ്. കേരളത്തിൽ BJPക്ക് വോട്ട് ചെയ്തവർ, BJPയിൽ പ്രവർത്തിക്കുന്നവരുൾപ്പെടെ കടുത്ത പ്രതിഷേധത്തിലാണ്. ഇതിലെല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകേണ്ട ഒരു പ്രശ്നമാണ്. അല്ല, അദ്ദേഹത്തിന് കേരളത്തോടുള്ള സ്നേഹമാണത്. കേരള ഫ്രണ്ട്ലി ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് കേരളം നരകിക്കണം എന്ന കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടാണ് പരിഹാസ രൂപേണ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞത്. ആളെ കൊല്ലുന്നത് ഫ്രണ്ട്ലി ആയി കാണുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ, ആളുകളെ ആക്രമിക്കുന്നത് ഫ്രണ്ട്ലി ആയി കാണുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ ഈ പ്രസ്ഥാനം, BJP എന്ന പ്രസ്ഥാനം.
അപ്പോൾ ഇതും കേരളത്തെ ആക്രമിക്കുന്ന, കേരളത്തെ നിരോധിക്കുന്ന ബഡ്ജറ്റിനെ അദ്ദേഹത്തിന് ഫ്രണ്ട്ലി ആയിട്ടേ കാണാൻ പറ്റൂ. കേരളത്തിനൊപ്പം നിൽക്കാൻ ഒപ്പം തന്നെ വയനാട് ഈ വിഷയങ്ങൾ ഇന്നലെ അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് പറഞ്ഞ മറുപടി ബഡ്ജറ്റിലല്ല ഇതൊന്നും പ്രഖ്യാപിക്കേണ്ടതെന്നാണ്. ബഡ്ജറ്റ് ബീഹാറിനെ പ്രഖ്യാപിച്ച സാധനം എടുത്തു നോക്ക് നിങ്ങൾ. ബീഹാറിന് വേണ്ടി പ്രഖ്യാപിച്ച കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ ബഡ്ജറ്റിലല്ല പ്രഖ്യാപിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ വാചകം, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത്ര എനിക്ക് അതിൽ പറയാനുള്ളൂ. കേരളത്തിനൊപ്പം നിൽക്കേണ്ടുന്ന 2 മന്ത്രിമാരും കേരളത്തിന് ബാധ്യതയായി മാറുകയാണ്. അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. അവരെ നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തെ തകർക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളം BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയത്തെയും മതവർഗീയ അജണ്ടകളെയും അതിശക്തമായി ചെറുക്കുന്ന കേരളം, ആ കേരളത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിന്റെ കൂടിയാണല്ലോ ആ പാർട്ടിയിലെ കേന്ദ്രമന്ത്രിമാർ നിൽക്കുക. അതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കേന്ദ്രമന്ത്രിയുടെ പരാമർശം കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കേരള മോഡൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇതിൽ നിന്നൊക്കെ കേരളം പിറകോട്ട് പോകണം എന്ന് പറയുന്നതിന് തുല്യമാണ്. കേരളം കൂടുതൽ കൂടുതൽ പ്രയാസത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണം. ഇത് കേരളത്തെ നിരോധിക്കുന്ന ബഡ്ജറ്റാണ് എന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ, ഇത് കേരളത്തെ നിരോധിച്ച ബഡ്ജറ്റാണെന്ന് നാടാകെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തെ അപമാനിക്കുന്ന ഒരു പ്രസ്താവന കൂടി BJPയുടെ മനസ്സറിഞ്ഞ്, BJPയിലെ പലരും അത് പുറത്ത് പറയുന്നില്ല, അദ്ദേഹം പുറത്ത് പറഞ്ഞു എന്ന് മാത്രമേ അതിലുള്ളൂ. ഓക്കെ, അല്ല, ഇത് ജനങ്ങളാകെ അണിനിരത്തി സർക്കാർ എന്നുള്ള നിലയിൽ സർക്കാർ ഇടപെടും. മുഖ്യമന്ത്രി ഇന്നലെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. സർക്കാർ ചെയ്യേണ്ട കാര്യം സർക്കാർ ചെയ്യും. ജനങ്ങളെ ആകെ ഇതിന്റെ ഭാഗമായി ഒരുമിച്ച് നിർത്തി അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിക്കണം. കേരളത്തിന് വേണ്ടിയുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ മുന്നോട്ട് വരും.